പുള്ളി ചാനൽ ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ചാനലൊക്കെ ഒന്ന് കയറി ഫുള്ള് നോക്കിക്കഴിഞ്ഞിട്ട് ചാനലിനിട്ട റേറ്റ് എത്ര അറിയാമോ? നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒത്തിരി കാലമായി നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോസ് ഇങ്ങനെ ചുമ്മാ ഒന്ന് ചെയ്തു പോയി എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഒത്തിരി കാലമായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺസൊക്കെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ പുതിയ വീഡിയോസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് വന്നിരുന്നു. പക്ഷേ അതുപോലെ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അപ്പം ഞാനത് അപ്പം നമുക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ നവംബറിൽ അമ്മ പോയി. അപ്പം കുറച്ച് കാലം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓട്ടം പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു മാനസികമായിട്ട് അതത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേ ട്രാവൽ വീഡിയോസ് ചെയ്യാനോ ഒന്നും നമുക്കങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റാത്തൊരു അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ചാനൽ കഴിഞ്ഞിട്ടൊരു പരസ്യം കണ്ടു. പരസ്യം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ 1000 സബ്സ്ക്രൈബറുള്ള ചാനലായപ്പോലും മോണിറ്റൈസേഷൻ ആയാലും ആയില്ലേലും ചാനൽ എടുക്കും, നല്ല പ്രൈസ് തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ആഡ് കണ്ടു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എന്തായാലും ഇത്രയും ഗ്യാപ്പ് വന്നു. ഏകദേശം എനിക്ക് നല്ല വാച്ച് ബേസ് കയറിയിട്ട് വാച്ച് ബേസൊക്കെ ഫുള്ള് കുറഞ്ഞിട്ട് ഒരു മീഡിയം ലെവലിൽ ഇപ്പം ഇങ്ങനെ നിന്ന് പോകുന്നത്. ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും നേരത്തെ ചെയ്തിയ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വ്യൂസ് വന്ന് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അത് പിന്നെ ചാനൽ കൊടുത്താൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് ചാനൽ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ പറഞ്ഞുതരാം. ഇത് പുള്ളി എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പുള്ളി ചാനൽ ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ചാനലൊക്കെ ഒന്ന് കയറി ഫുള്ള് നോക്കിക്കഴിഞ്ഞിട്ട് ചാനലിനിട്ട റേറ്റ് എത്ര അറിയാമോ? 500 രൂപ. കൂടിപ്പോയി കഴിഞ്ഞാൽ 600 രൂപ തരാം, ചാനൽ തരാമോ? ഞാൻ പറഞ്ഞു വേണ്ട, താങ്ക്സ് എന്ന് പറഞ്ഞു. കാരണം ഇത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ചാനലുള്ള. അപ്പോൾ ഞാൻ മുമ്പൊരു ചാനലുണ്ടായിരുന്നു, അത് ഞാൻ എല്ലാവരും വാട്സപ്പിൽ ഇട്ട് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞ് പുറകെ നടന്നു. പക്ഷേ അതാരും വ്യൂസ് ഇല്ലായിരുന്നു. പക്ഷേ ഞാനതങ്ങനെയല്ല, നിങ്ങളെന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു 1200 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് വന്നവരാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം എന്നൊരു പിന്നെ രണ്ടാമതൊരു തോന്നലും കൊണ്ട് എനിക്ക് വന്നു. അപ്പം ഞാനിപ്പോൾ കുറച്ച് ടൈറ്റിലായതുകൊണ്ട് ഞാനങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഒരു ഡബിൾ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ചെയ്തിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല കണ്ടൻറ്റുകളിട്ട് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനിപ്പോഴും ഓക്കെ ആയിട്ടുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. പഴയ ഒരു മാനസിക അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് കുറച്ച് വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് എന്തായാലും കൂടുതലായിട്ട് വരാം, കൂടുതൽ വിശേഷങ്ങളായിട്ട് കൂടുതൽ വരാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം ഇപ്പം ഇരിക്കുന്ന ഞാൻ കുറച്ച് വീട് പണിയുടെ സമയത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ കയറി ഫുൾ ഫിനിഷൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. പിന്നെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പം എല്ലാം മൊത്തം ക്ലീനാക്കി ഇട്ടിട്ട് ഞാൻ ഒരു ഹോം ടൂർ എന്ന രീതിയിൽ ഒന്ന് ചുരുക്കി കാണിച്ചു തരാം. ഒരു ഹോം ടൂർ എന്തായാലും കാണിച്ചു തരാം. കാരണം എന്തായാലും കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും അടുത്ത വീഡിയോ ഉണ്ട്, ഞാൻ എന്തായാലും കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ശക്തമായിട്ട് വരാൻ വേണ്ടി ഒന്ന് കൂടത്തിൽ നിൽക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. Bye.